ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇനി നമുക്ക് റൈസ് റെസിപ്പീസ്, കുറച്ച് ടിഫിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ റൈസ് റെസിപ്പീസ് കാണാം. ഞാൻ എൻ്റെ മോന് ഉണ്ടാക്കി കൊടുക്കുന്ന എൻ്റെ സ്വന്തം റെസിപ്പീസ് എന്നൊക്കെ പറയാം. പെട്ടെന്നുള്ള തട്ടിക്കൂട്ടാണ്. അപ്പോൾ അതിൽ കുറച്ച് റൈസ് റെസിപ്പീസ് കാണാം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് റൈസ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു പൊട്ടറ്റോ റൈസ് ഉണ്ടാക്കാം. പൊട്ടറ്റോ റൈസിനായിട്ട് വേണ്ട സാധനങ്ങൾ: ഒരു പൊട്ടാറ്റോ, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, മാഗി മസാല, പിന്നെ നമ്മുടെ സ്റ്റീംഡ് റൈസ്. മസാലയിൽ വേണ്ടത് ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. നമുക്ക് പാൻ ചൂടാക്കാം. ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നല്ലോണം ഒന്ന് റോസ്റ്റായി വരട്ടെ. ജീരകം നല്ലോണം ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കിനും നമുക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് റോസ്റ്റായി വരട്ടെ. നല്ല ഒരു കളറൊക്കെ മാറി നല്ലോണം ഒന്ന് ഉള്ളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കിന് അതുവരെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഇത് രണ്ടും കൂടെ ഒന്ന് സോട്ട് ചെയ്യാം. നല്ലോണം ഒന്ന് സോട്ടായതിന് ശേഷം അതിലേക്ക് നമുക്കിനി റൈസ് ഇട്ട് കൊടുക്കാം. ഈ പൊട്ടാറ്റോ ഏകദേശം ഒന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, വെന്ത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പൊട്ടാറ്റോ ഇതായപ്പോഴത്തേക്കിന് റൈസ് ഇട്ട് കൊടുത്തു. റൈസ് ഇത് ഹൈ ഫ്ലെയിമിൽ വേണം കേട്ടോ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ മാഗി മസാല, അതിനോടൊപ്പം തന്നെ പുതിനയിലയും മല്ലിയിലയും, പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇത് സ്ലോ ഫ്ലെയിമിൽ ചെയ്യുമ്പം റൈസ് സ്റ്റിക്കി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യുക. 2 to 3 മിനിറ്റ്സ്. ഇതേ നമ്മുടെ പൊട്ടറ്റോ റൈസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. പ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റേ. കണ്ടോ, സൂപ്പറായിട്ടില്ലേ? നല്ല ടേസ്റ്റാണ്, ക്വിക്കായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടറ്റോ റൈസ്. നെക്സ്റ്റ് നമുക്ക് ക്യാപ്സിക്കം റൈസ് ഉണ്ടാക്കാം. ക്യാപ്സിക്കം റൈസിനായിട്ട് ഒരു ക്യാപ്സിക്കം, കുറച്ച് കുരുമുളക് ചതച്ചത്, മല്ലിയില, മാഗി മസാല, സ്റ്റീം റൈസ്, സോയാ സോസ്. അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ കുരുമുളക് ചതച്ചതിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ മാഗി മസാല, പിന്നെ സോയാ സോസ് ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ അതിൻ്റെ കൂടെ സ്റ്റീം റൈസ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ നമ്മുടെ മല്ലിയില എടുത്ത് വെച്ചിരുന്നത് കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണേ. ഇതും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. 2 to 3 മിനിറ്റ്സ് എടുക്കും ഈ ഞാൻ കാണിച്ചു തരുന്ന റൈസെല്ലാം. നമ്മുടെ ക്യാപ്സിക്കം റൈസും റെഡിയായി. ഒരു ചൈനീസ് ടച്ചൊക്കെ കിട്ടും, സോയാ സോസ് ഇട്ട കാരണമായിരിക്കാം. അപ്പം ഇതും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. ട്രൈ ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് ടൊമാറ്റോ റൈസാണ്. ടൊമാറ്റോ റൈസിന് വേണ്ടത് ടൊമാറ്റോ ഒരെണ്ണം, പച്ചമുളക്, കുറച്ച് ചതച്ച വെളുത്തുള്ളി, കറിവേപ്പില, മാഗി മസാല, പിന്നെ സ്റ്റീം റൈസ്. മസാലയ്ക്ക് കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പൊടിയും കൂടെ. അപ്പോൾ ഇത് പാൻ ഹീറ്റ് ചെയ്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം പച്ചമുളക്, പിന്നെ നമ്മുടെ തക്കാളി ഒന്ന് നല്ലോണം സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് സോട്ടേ ചെയ്യണം. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, മുളക് പൊടിയും, മല്ലിപ്പൊടിയും, പിന്നെ നമ്മുടെ പാവ് ഭാജി മസാലയും കൂടി ഇടാം.
ഇതൊന്ന് നല്ലോണം സോട്ടായി വരുമ്പോഴത്തേക്കിന് നമ്മുടെ സ്റ്റീം റൈസ് ഇടാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും പിന്നെ ഒരു ചെറിയ നാരങ്ങ പിഴിയുന്നുണ്ട്. ഞാൻ മറന്നു പോയതാണ് കറിവേപ്പില ഇടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കാൻ നേരം. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് ചെറുനാരങ്ങയും പിഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. വളരെ സിമ്പിളാണ്, ടേസ്റ്റിയാണ്, ടിഫിൻ ഐഡിയാസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.